ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായിരുന്നുകൊണ്ട് ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള തിരുനാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചതുകൊണ്ടും ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ആയുസ്സും ആരോഗ്യബലവും നൽകി തന്നതുകൊണ്ടും ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കുന്ന അവസരങ്ങൾക്കായി സകല മഹത്വമാണ് സ്തുതിയും സ്തോത്രം ആദരവോടെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപെടുത്തെങ്കിൽ അർപ്പണം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് ചിന്തിക്കാം. ഈ ആഴ്ചയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരുന്ന തിരുവചനം അപ്പോസ്തലനായിരുന്ന പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായിരുന്ന പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: ക്രിസ്തുയേശുവിന്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും? തീർത്തു തരും. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നമുക്കറിയാം, പലവിധമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ് ദൈവമക്കളിൽ ഭൂരിഭാഗവും. ഒരു വിടുതൽ കാണാൻ കഴിയാതെ, ഒരു നന്മ കാണാൻ കഴിയാതെ, ഒരു ഉയർച്ച കാണാൻ കഴിയാതെ വണ്ണം ഒന്നു മാറി പലവിധമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളാണ് ഇന്ന് നമ്മുടെ ലോകത്തുള്ളത്. എന്നാൽ വചനമെടുത്ത പട്ടകമെടുത്ത യേശുവിനെ ആരാധിക്കുന്ന ദൈവങ്ങളോട് പറയാം, ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി എന്ത് തീർത്തു തരും. നമ്മുടെ കർത്താവിന്റെ ധനം ഈ ഭൂമിയിൽ നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്നതല്ല, പറഞ്ഞാൽ തീരുന്നതല്ല. ഒരു മെസ്സേജ് മാത്രമല്ല, 1000 മെസ്സേജ് പറഞ്ഞാലും തീരത്തില്ല. കർത്താവിന്റെ ധനം അത്രത്തോളം വലുതാ. ആ ധനത്തിന് ഒത്തവണ്ണം ഒരു ദൈവം തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ എന്ത് ചെയ്യും? പൂർണ്ണമായി കുറച്ച് ബുദ്ധിമുട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള ബുദ്ധിമുട്ട് പിന്നീട് തീർത്തു തരാം എന്നല്ല, ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പൂർണ്ണമായി തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണോ, ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണോ, മാനസികപരമായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ ഭാരപ്പെടുന്നു, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് സമർപ്പിക്കട്ടെ. ഈ ഞായറാഴ്ച മെസ്സേജ് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ദൂത്, ആ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് വിശ്വസിച്ച് വചനം ഏറ്റെടുക്കട്ടെ. അനേകർ ഇത് കേട്ട് വെറുതെ കളയുന്നവരുണ്ട്. ആവശ്യമുള്ളവർ ഈ ദൂത് സ്വീകരിക്കട്ടെ. അതെ, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെയും കർത്താവ് എന്ത് ചെയ്യും? തന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. നമുക്കറിയാം, ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ പലവിധമായ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയവരുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും നമുക്കറിയാം അപ്പോസ്തലനായിരുന്ന പൗലോസൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ. കടനകത്തുള്ള ആപത്ത്, കാട്ടിനകത്തുള്ള ആപത്ത്, കോലുകൊണ്ട് 5 പ്രാവശ്യം നനകിക്കൊണ്ട് അടി, ഏറ്റ അനുഭവങ്ങൾ, പട്ടിണികൾ, ബുദ്ധിമുട്ട് അവിടെ എടുത്തു പറയുന്നുണ്ട്. ഈ ബുദ്ധിമുട്ടൊക്കെ ഞാൻ അനുഭവിച്ചു. എന്തിനാ? കർത്താവിന്റെ ധനത്തിനൊത്തവണ്ണം ഒരു പ്രതിഫലം എനിക്കുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട്. പ്രിയമുള്ളവരെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ എന്നേക്കും എടുത്ത് മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് ക്രിസ്തുവിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി പലവിധമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ വചനം പറയുന്നു, വാഗ്ദത്തം തരികയാണ്, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെയും കർത്താവ് എന്ത് ചെയ്യും? പൂർണ്ണമായി നീക്കുവാനിടയും. കർത്താവിന്റെ ധനത്തിനൊത്തവണ്ണം, ക്രിസ്തുയേശുവിന്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ എന്ത് ചെയ്യും? പൂർണ്ണമായി കർത്താവ് എന്ത് ചെയ്യും? തീർത്ത് നമ്മളെ മാനിക്കുവാനിടയാകും. പലവിധമായ ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും പൂർണ്ണമായി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ നാം ഇപ്രകാരം വായിക്കുന്നു: ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. കണ്ടോ, ഇവിടെ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും എന്ത് ചെയ്യുന്നില്ല? നിരാശപ്പെടുന്നില്ല. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അവൻ നിരാശപ്പെട്ട് തളർന്നു പോകുന്നില്ല, ഇടുങ്ങിയിരിക്കുന്നില്ല. കണ്ടോ, അപ്പൊ കഷ്ടം സഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഇടുങ്ങുന്നില്ല, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. അപ്പൊ കഷ്ടത ഉണ്ടെങ്കിലും പ്രിയമുള്ളവരെ, നിങ്ങൾ ഇടുങ്ങിപ്പോകരുത്. പലവിധമായ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നെങ്കിലും എന്ത് ചെയ്യരുത്? നിരാശപ്പെട്ടു പോകരുത്. ഈ വചനം കേൾക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങളോട് ഞാൻ പറയാം, കഷ്ടതകളും നിരാശകളും ഇല്ലാത്ത ആരുമില്ല. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ നമ്മളെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, നമ്മുടെ കഷ്ടതയിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവ്, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മെ വിടിവിക്കുന്ന ഒരു കർത്താവ്. എന്ത് വിധത്തിലാണോ നമ്മൾ കഷ്ടം അനുഭവിക്കുന്നത്, ഏതിനാണോ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, വചനം നമുക്ക് ഉറപ്പ് തരികയാ, നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. മുന്നിൽ വഴിയൊക്കെ അടഞ്ഞു പോയി, ഇനി മുന്നോട്ട് എങ്ങനെയാണ്? ഒരു നന്മ പ്രാപിക്കാൻ കഴിയുമോ? അനുഗ്രഹിക്കപ്പെടാൻ കഴിയുമോ? രക്ഷപ്പെടാൻ കഴിയുമോ? എല്ലാം കഴിഞ്ഞ് തീർന്നു എന്നാണ് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ
ഞാൻ ഈ വചനത്തിൽ നിന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി ദൂത് കൈമാറാം. നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും നിരാശപ്പെട്ടു പോകരുത്. പ്രിയമുള്ളവരെ, ഒരു നിരാശ കളം കെട്ടി കിടക്കുന്നുവെങ്കിൽ നിരാശപ്പെടരുത്. ഒന്ന് ഉറച്ചു നിൽക്കട്ടെ. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ദൈവം എടുത്ത് ദൈവം മാറ്റുവാനിടയാകും. കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒത്തിരി സാമ്പത്തികപരമായ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് ഞാൻ. എന്നാൽ ഇന്ന് ദൈവം നടത്തുന്ന വിധങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും അത് വരികയില്ല. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ താൽക്കാലികമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ എന്നൊക്കെ എടുത്തു മാറ്റുന്ന ഒരു കർത്താവുണ്ട്. ക്രിസ്തുയേശുവിന്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഏതിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ഏതിനാൽ നിങ്ങൾ ഭാരപ്പെടുന്നു, ഭാരപ്പെടണ്ട. ദൈവാത്മാവിൽ ഞാൻ കൈമാറുന്നു. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും കർത്താവ് എന്ത് ചെയ്യും? പൂർണ്ണമായി എടുത്തു നീക്കി നിങ്ങളെ മാനിക്കുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആകയാൽ ഈ ആഴ്ചയിൽ കേട്ട ഈ ദൂത് നമുക്കൊന്ന് ഏറ്റെടുക്കാം. കർത്താവിന്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി തീർക്കും. വർഷങ്ങളേറെയായി വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് ആഗ്രഹിച്ചതുപോലെ രക്ഷപ്രാപിക്കാൻ കഴിയുന്നില്ല. ഒന്നിനു പുറകെ പലവിധമായ ബുദ്ധിമുട്ടുകളാ. തലമുറയോടുള്ള ബന്ധത്തിൽ, കുടുംബപരമായുള്ള ബന്ധത്തിൽ, എല്ലാ നിലകളിലും നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും സാമ്പത്തികപരമായിട്ടും പല നിലകളിലും നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ, കുടുംബജീവിതത്തിനകത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിലും ആത്മാവിൽ ഞാൻ കൈമാറാം. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ എടുത്തു മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ഭാരങ്ങളെ എടുത്തു നീക്കുന്ന ഒരു കർത്താവുണ്ട്. ആകയാൽ കർത്താവിന്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി കർത്താവ് തീർത്തു തരുമെന്നുള്ള തികഞ്ഞ പ്രത്യാശയോടെ നമുക്ക് ഈ ആഴ്ചകളിൽ, ഈ നാളുകളിൽ, 2024 നമുക്ക് മുന്നേറാം. 2024 അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം നൽകി തരട്ടെ. പ്രത്യാശയോടെ ദൈവം നിങ്ങളെ ഉയർത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ ദൈവം മാറ്റിത്തരും. ദൈവം നമ്മേവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.